നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ മെറ്റയുടെ സിഇഒ, മെറ്റയുടെ അധിപനായിട്ടുള്ള മാർക്ക് സുക്കർബർഗ് ഭാരത സർക്കാരിനോട് മാപ്പപേക്ഷിച്ചിരിക്കുകയാണ്. മാപ്പപേക്ഷിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പേരിലാണ്. ഒന്ന്, കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഭാസ ചിത്രങ്ങളും വീഡിയോകളും മെറ്റ ഭാരതത്തിൽ പ്രദർശിപ്പിക്കുന്നതിനെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിനെയും സംബന്ധിച്ച് കർശനമായിട്ടുള്ള വിമർശനവും നിർദ്ദേശങ്ങളും ഭാരത സർക്കാർ നൽകിയിരുന്നു. അത് സംബന്ധിച്ച്. രണ്ട്, ഈ ഡീപ്പ് ഫേക്ക് ഉപയോഗിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ അപമാനിക്കുവാനായി നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ജിഹാദികൾ പ്രത്യേകിച്ചും ഡീപ്പ് ഫേക്ക് വീഡിയോകൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ കൈക്കൊണ്ടതിനും സാങ്കേതിക പിഴവുകളുടെ പേരിലും മാർക്ക് സക്കർബർഗ് നേരിട്ട് ഭാരത സർക്കാരിനോട് മാപ്പപേക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളായി 2 ദിവസങ്ങളായി, ഇന്നും കൂടി കൂട്ടി 2 ദിവസങ്ങളായി കേന്ദ്ര പാർലമെൻ്ററി മന്ത്രാലയം ഇവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് അശ്വിനി വൈഷ്ണവ് ആണ്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ്. അദ്ദേഹവുമായിട്ട് ഈ മെറ്റയുടെ സംഘാംഗങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഇന്നലെ 3 ദിവസം കൊണ്ട് സക്കർബർഗ് നേരിട്ട് മാപ്പപേക്ഷിക്കണം, ഇല്ലെങ്കിൽ മെറ്റയെ പോലുള്ള കമ്പനികൾക്ക് ഭാരതത്തിൽ ചില നിയമപരിരക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. ആ നിയമപരിരക്ഷ ഭാരത സർക്കാർ പൂർണ്ണമായും പിൻവലിക്കും എന്നൊരു മുന്നറിയിപ്പ് ഭാരത സർക്കാർ നൽകിയിരുന്നു. ആ നിയമപരിരക്ഷ പിൻവലിക്കപ്പെട്ടാൽ മെറ്റയുടെ പ്രവർത്തനം തന്നെ ഭാരതത്തിൽ പൂർണ്ണമായും അവതാളത്തിലാവും. അവർക്കെതിരെ ഫയൽ ചെയ്യപ്പെടുന്ന കേസുകൾക്ക് കയ്യും കണക്കും കാണില്ല. തുടർ നടപടികളായി ഭാരത സർക്കാർ ഒരുപക്ഷെ വാട്സാപ്പ് ഉൾപ്പെടെയുള്ള മെറ്റയുടെ മറ്റ് ആപ്ലിക്കേഷനുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിരോധനം ഏർപ്പെടുത്തിയാൽ വലിയൊരു വിഭാഗം കസ്റ്റമേഴ്സ് അവർക്ക് നഷ്ടമാകും, ഉപഭോക്താക്കൾ അവർക്ക് നഷ്ടമാകും. ആ ഭീഷണി കൊണ്ട് തന്നെയാണ് മെറ്റ ഇപ്പോൾ വഴങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും അവർ കേസിന് പോവുകയും ഇത് ഒന്നും ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കില്ല എന്നുള്ള ധാർഷ്ട്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദി എന്നൊരു വ്യക്തിയുടെ വിജയമല്ലത്, കേന്ദ്ര സർക്കാരിൻ്റെ വിജയവുമല്ല, ഭാരതത്തിൻ്റെ വിജയമാണ്. കാരണം എല്ലാ കാലത്തും ഭാരതത്തിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ വിലപേശലിനുള്ള തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ജനസംഖ്യയാണ്, മാനവശേഷിയാണ്. മാനവ വിഭവശേഷിയുണ്ടല്ലോ, അത് തന്നെയാണ് വിലപേശലിനുള്ള ഏറ്റവും വലിയ ആയുധം. കാരണം വലിയൊരു വിപണിയാണ് ഭാരതം. ആ വിപണിയിൽ നിങ്ങൾക്ക് കടന്നു വന്ന് നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും പ്രയോജനം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ പാടുള്ളൂ എന്നുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു നിയമം അവർക്ക് മുന്നിൽ വയ്ക്കുവാൻ, കച്ചവടത്തിനായി ഇവിടെ വരുന്നവർക്ക് മുന്നിൽ വയ്ക്കുവാൻ മുൻപുള്ള ഒരു സർക്കാരിനും സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് മെറ്റയെ പോലുള്ള ഒരു ആഗോള ഭീമനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു തരത്തിലൊരു സ്ഥാപനം തുടങ്ങാനോ ഒരു നിക്ഷേപം നടത്തുവാനോ വന്നു കഴിഞ്ഞാൽ പില്ലർ ടു പോസ്റ്റ്, പോസ്റ്റ് ടു പില്ലർ എന്ന രീതിയിൽ ഓഫീസുകളിൽ നിന്ന് ഓഫീസുകളിലേക്ക് ഓടിച്ച് ഒരു മനം മടുപ്പിച്ച് നിക്ഷേപകരെ തിരിച്ചയക്കാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ ഒരു രീതികൾ, അത്തരത്തിലുള്ള രീതികൾ നമുക്ക് സ്വായത്തായിരുന്നു. പക്ഷേ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഇത്തരത്തിലുള്ള ആഗോള ഭീമന്മാരെ കൊണ്ട് അനുസരിപ്പിക്കുവാൻ ഒരു കാലത്തും നമ്മുടെ മുൻ സർക്കാരുകൾക്ക് സാധിച്ചിരുന്നില്ല. ബോഫോഴ്സ് പോലൊരു ഭീമൻ ഇത്രയും വലിയൊരു ദുരന്തം നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിട്ട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ നിസ്സാരമായി രാജ്യം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, അതിനുള്ള സഹായം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏത് തരത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ആഗോള ഭീമന്മാരെയും വെള്ളക്കാരെയും നാം ബഹുമാനിച്ചിരുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇത് പുതിയ ഭാരതമാണ് എന്നുള്ള സന്ദേശം ഓരോ ദിവസവും നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മെറ്റയോടാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ആ സന്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളുണ്ടല്ലോ, മാപ്പ് പറഞ്ഞതിൽ 3 കാര്യങ്ങളിലാണ് പ്രധാനമായും സക്കർബർഗ് മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നത്. ഒന്ന്, കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അശ്ലീല ചിത്രങ്ങൾ, അശ്ലീല വീഡിയോകൾ, ഇവയുടെ പ്രചാരണത്തെ സംബന്ധിച്ച്. 2, ഡീപ്പ് ഫേക്ക്. പ്രധാനമന്ത്രിയെ പോലും അവമാനിക്കുന്ന തരത്തിൽ ഇപ്പോഴും കേരളത്തിലെ ജിഹാദികൾ പലപ്പോഴും ഡീപ്പ് ഫേക്ക് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഇനി പ്രേക്ഷകർ ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള ഡീപ്പ് ഫേക്ക് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ വാർത്താവിനിമയ മന്ത്രാലയത്തെ ടാഗ് ചെയ്തും മെറ്റയെ ടാഗ് ചെയ്തും ഇത്തരത്തിൽ ഒരു മാപ്പ് അപേക്ഷിച്ചിട്ട് പോലും ഇത് തുടരുകയാണ് എന്നുള്ളൊരു അറിയിപ്പ്, ഒരു റിപ്പോർട്ടിംഗ് നടത്തുക. കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇനി സക്കർബർഗിൻ്റെ മാപ്പപേക്ഷയിലേക്ക് വന്നാൽ മൂന്നാമത്തെ ഒരു പ്രധാന വിഷയം
സക്കർബർഗ് മാപ്പിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടി കൂടിയാണ് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നത്. സാങ്കേതികമായ പിഴവുകൾ സംഭവിച്ചത് കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സെൽഫി വീഡിയോ ഏതാണ്ട് 5 മണിക്കൂറുകളോളം ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് എന്ന് മെറ്റ പറഞ്ഞിരുന്നു. ആ പിഴവിൻ്റെ പേരിലും മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട് മെറ്റ. ഇനി കൃത്യമായിട്ട് ആ വിഷയത്തിൽ തന്നെ മാപ്പ് അപേക്ഷിക്കണമെന്നുള്ള വാശി ഒരുപക്ഷെ പാർലമെൻ്ററി കാര്യാലയം എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലൊരു വാശി പിടിക്കുമെന്ന്. പക്ഷേ ഇനി അങ്ങോട്ടേക്കുള്ള നിയമ നടപടികൾ കർശനമാക്കും. മെറ്റയുടെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് പുതുക്കാം. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ സംബന്ധിച്ചുള്ള നിയമങ്ങളിൽ നമുക്കൊരു പുതിയ വിലപേശലാകാമെന്നുള്ളൊരു രീതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മെറ്റയോട് കൈക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും മെറ്റയുടെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള മാർഗരേഖകൾ, കേന്ദ്രം നൽകുന്ന മാർഗരേഖകൾ അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ മെറ്റയെ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പ്രശ്നം മാർക്ക് സക്കർബർഗ് അല്ല. മാർക്ക് സക്കർബർഗിന് ആത്യന്തികമായി ഭാരതത്തെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ഭരണകൂടം ഇവിടെ തുടരുന്നതിനോട് താല്പര്യമുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല. കാരണം ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടോ മെറ്റയുടെ തന്നെ മറ്റ് നിക്ഷേപ താല്പര്യങ്ങൾ കാരണമോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭാരതത്തിന് അത്ര ഹിതകരമല്ലാത്ത പ്രയോജനം ഭാരതത്തിൽ നിന്ന് നേടിയെടുക്കുവാനുള്ള താല്പര്യങ്ങൾ കാരണമോ എല്ലാം നരേന്ദ്രമോദി സർക്കാരിനോട് അത്രയൊരു പ്രതിപത്തി ഉണ്ടാകണമെന്നില്ല. പക്ഷേ അത് മാത്രം ഇത്തരത്തിലൊരു ഡീപ്പ് ഫേക്ക് വീഡിയോകളുടെ വൻ പ്രചാരണത്തിനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സെൽഫി വീഡിയോ നീക്കം ചെയ്യുന്നതിലേക്കോ ഒന്നും നയിക്കില്ല. അതിൻ്റെ പ്രധാന കാരണം ഭാരതത്തിൽ മെറ്റയുടെ ചുമതല വഹിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നാണ് സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. മെറ്റയിൽ ഭാരതീയർ തന്നെയാണ് ദൗർഭാഗ്യവശാൽ മെറ്റയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രിക്കുന്ന വ്യക്തികൾ, ആ നിയന്ത്രണത്തിനുള്ള അധികാരം കയ്യിലുള്ള വ്യക്തികൾ ദൗർഭാഗ്യവശാൽ ഇടത് ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ജിഹാദികളുടെ അടിമകളുമാണ്. അവർക്ക് അവരുടെ കാഴ്ചപ്പാടിൽ ഇന്ന് അവരുടെ ഏറ്റവും വലിയ ശത്രു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയെ ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്തുവാനുള്ള ശ്രമങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ അവരതിനെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെയാവാം ഒരുപക്ഷെ ഈ ഡീപ്പ് ഫേക്ക് വീഡിയോകളെല്ലാം നരേന്ദ്രമോദിയുടെ കയ്യിൽ ലോക നേതാക്കളെല്ലാം നിരതിരയായി വന്ന് തുപ്പുകയും അത് അദ്ദേഹം എടുത്ത് മുഖത്ത് പുരട്ടി ആർത്തട്ടഹസിച്ച് ചിരിക്കുകയും ചെയ്യുന്നത് പോലുള്ള വൃത്തികെട്ട വീഡിയോകൾ, ഡീപ്പ് ഫേക്ക് നിർമ്മിത ബുദ്ധിയിൽ ഉണ്ടാക്കിയ വീഡിയോകൾ പ്രചരിപ്പിക്കപ്പെട്ടത്, അതിനെ മറ്റേ ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിച്ചതും ഇവരും ഉത്തരവാദികളായിരിക്കാം. അതിനുമപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ സെൽഫി വീഡിയോ അതിൻ്റെ പ്രചാരം കണ്ട് ഹാലിളകിയ ജിഹാദികളുടെ സമ്മർദ്ദത്താലോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്താലോ, കാരണം ഈ മൂർത്തിയേക്കാളും വലിയ ശാന്തിയുള്ള അമ്പലമാണ് എന്ന് പറയുന്നത് പോലെ ഇവർക്കാണ് ജിഹാദികളെക്കാൾ കൂടുതൽ ആവേശം നരേന്ദ്രമോദിയെ ഇകഴ്ത്തുവാനോ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയോ കീർത്തിയോ തടയുവാനോ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുവാൻ ജിഹാദികളെക്കാളും കൂടുതൽ ആവേശം പലപ്പോഴും ഇടത് ആവാസ വ്യവസ്ഥയ്ക്കാണ് കണ്ടുവന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥയിൽപ്പെട്ട പഴയ JNU പ്രോഡക്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ വിദ്യാഭ്യാസം നേടിയ ഭാരതീയനോട് അടച്ചുപുച്ഛമുള്ള, ഭാരതത്തോടും ഭാരത സംസ്കാരത്തോടും ഭാരതീയരോടും അടച്ചുപുച്ഛമുള്ള ഏതെങ്കിലും ഈ നമ്മുടെ കിങ്ങിലെ മമ്മൂട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്നോബുകളായിരിക്കാം. അത്തരത്തിലുള്ള ആളുകൾ, എൻ്റെ ഭാഷയല്ല മമ്മൂട്ടിയുടെ ഭാഷയാണ്, രഞ്ജി പണിക്കരോട് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കരുത്, ഡിസ്ക്ലൈമറാണ്. അത്തരത്തിലുള്ള സ്നോബുകളായിരിക്കാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്നവരായിരിക്കാം. പക്ഷേ ആ ചിന്താഗതി ഇടതുപക്ഷ ചിന്താഗതി അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് വല്ലാതെ ചായ്ഞ്ഞൊരു ചിന്താഗതിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ചായ്വിലൂടെ ഒരല്പം വളവിൽ ജിഹാദികളുടെ അടിമ പാളയത്തിലേക്ക് ചെന്നെത്തിപ്പെട്ടിരിക്കുന്ന ചിന്താഗതിയുമായിരിക്കും. അതിനൊരു സംശയവും വേണ്ട. കാരണം ഇത്തരത്തിലുള്ള ഈ നേരത്തെ പറഞ്ഞ സ്നോബുകളോ അല്ലെങ്കിൽ ആ ആവാസ വ്യവസ്ഥയിൽപ്പെട്ടവരോ ആണ് ജന്തർ മന്ദറിലെ പോലുള്ള വേദികളിൽ വന്ന് ബസ് നാം രഹേഗ അള്ളാക്ക പാടുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അവർ സ്ത്രീകളാണെങ്കിൽ അവർ വിവാഹം ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ജിഹാദിയായിരിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ആവാസ വ്യവസ്ഥയുടെ ഘടകങ്ങളുണ്ട്. അതൊന്നും നാം ഇപ്പോൾ പരിശോധിക്കേണ്ട കാര്യമില്ല. ഈ ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തിയെയും തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ നടപടിയെടുക്കുവാനുള്ള സമ്മർദ്ദം മെറ്റയ്ക്ക് മേൽ ചെലുത്തുക തന്നെ വേണം. സർക്കാർ അതിനൊരു പക്ഷേ വാണിജ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ കാരണം രൂക്ഷമായിട്ടുള്ള നടപടികളൊന്നും തൽക്കാലത്തേക്ക് എടുക്കണ്ട, സക്കർബർഗ് മാപ്പ് പറഞ്ഞല്ലോ എന്ന് കരുതി വാണിജ്യ ബന്ധങ്ങൾ നോക്കുവാനായിട്ടും നയതന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനും പലപ്പോഴും പല സർക്കാരുകൾക്കും എത്ര ഇച്ഛാശക്തിയുള്ള സർക്കാരാണെങ്കിലും അത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും, ചെയ്യാറുമുണ്ട്. ഒരു ദയാദാക്ഷിണ്യം എന്ന പോലെ അത്തരത്തിലുള്ളൊരു ദയാദാക്ഷിണ്യം സർക്കാർ കാണിച്ചാലും
ഭാരതീയരായ ഉപഭോക്താക്കൾ ഒരു ദയാദാക്ഷിണ്യവും കാണിക്കരുത്. കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. തത്വമയി ന്യൂസും ആ വിവരങ്ങൾ കൃത്യമായിട്ട് ലഭിച്ചാലുടൻ. കാരണം ഇതിൻ്റെ ഭാരതത്തിലെ CEO ആരാണ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആരാണ്, ഇതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. കണ്ടൻറ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടൻറ് മോഡറേഷൻ ആരുടെ ഉത്തരവാദിത്തമാണ് കൃത്യമായിട്ട് എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് തത്വമയി ന്യൂസ് ആ വിവരങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്. ലഭിക്കുന്നതിനനുസരിച്ച് പ്രേക്ഷകരുമായി അത് പങ്കുവയ്ക്കുന്നതാണ്. അവരെ നെയിം ആൻഡ് ഷെയിം ദം എന്ന് പറഞ്ഞതുപോലെ അവരെ പേരെടുത്ത് പറഞ്ഞ് തന്നെ അവരെ നാണം കെടുത്തുക. ഇത്തരത്തിൽ ഭാരതവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ഭാരതത്തിലിരുന്ന് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുവാൻ അനുവദിക്കുന്നത്. അവരുടെ അധികാരപരിധിക്കുള്ളിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുവാൻ അവർ നിർലോഭമായ അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ പറയുമ്പോൾ ഒന്നുകിൽ മെറ്റ അല്ലെങ്കിൽ ഭാരത സർക്കാർ ഇത്തരത്തിലുള്ള വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കുവാൻ നിർബന്ധിതരാകും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചില ഭാഗത്തു നിന്നും അവർ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ആശാസ്യമായൊരു കാര്യമല്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ തിരുത്തലുകൾ നാം നടത്തുക തന്നെ വേണം. നരേന്ദ്രമോദി സർക്കാർ ആയതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്ന ചില നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഭാരതത്തിന് ഗുണകരമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വേണം അതിന് പ്രതികരിക്കാൻ. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകാം. അത് കമൻറ്റുകളിലൂടെ തീർച്ചയായും രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഈ വിഷയത്തെ സമീപിച്ചാൽ മെറ്റയെ പോലുള്ള ഒരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് ഭാരതത്തിനില്ല എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചൈനയെ ചില കാര്യങ്ങളിൽ നാം ഉദാഹരണമാക്കുക തന്നെ വേണം. ഭാരത സർക്കാർ അതിനുള്ള ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഭാരതീയർക്ക് അത് ഉപയോഗിക്കുവാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ആരെങ്കിലും കണ്ടുപിടിച്ചൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കണമെന്നുള്ളതല്ല. നിങ്ങളിൽ സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരുപാട് ആശയങ്ങളുള്ള ആ മേഖലയിൽ ആശയങ്ങളുള്ള നിരവധി ആളുകൾ കാണും. ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളും അതിനു വേണ്ടിയിട്ടൊരു ശ്രമിച്ച് മുന്നോട്ടിറങ്ങുക. ഇപ്പോൾ മാധ്യമങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ തത്വമായി പുതിയ സംരംഭങ്ങൾ പലതും, സംരംഭങ്ങളെന്ന് പറയുന്നത് ബിസിനസ് സംരംഭങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, പുതിയ രീതികളിലുള്ള വാർത്താ വിശകലനങ്ങളും മറ്റ് പുതുമയുള്ള അവതരണ ശൈലികളും എല്ലാം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോഴും അതിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായി ഓണത്തോടുകൂടി തന്നെ പല മാറ്റങ്ങളും പ്രേക്ഷകർക്ക് ദൃശ്യമായി പ്രത്യക്ഷത്തിൽ തന്നെ കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള നടപടികൾ ഭാരതീയരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കുറവാണ്. അതിൽ ഞാനും ഉൾപ്പെടുന്നുണ്ട്, നിങ്ങളും ഉൾപ്പെടുന്നുണ്ട്. കാരണം പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയൊരു കാര്യം പരിശീലിക്കാൻ അല്ലെങ്കിൽ അതിന് ഒന്ന് ശ്രമിച്ചു നോക്കുവാൻ നമുക്കൊക്കെ എപ്പോഴും മടിയാണ്. സ്ഥായിയായിട്ടുള്ളൊരു സുരക്ഷാബോധമുണ്ട്. നമുക്കൊരു സ്റ്റേബിൾ ജോബ് വേണം, ഒരു 9 to 5 ജോബ് വേണം, ഒരു ജോലി വേണം. അതിൽ സുരക്ഷിതത്വം കണ്ടെത്തി അതിനപ്പുറത്ത് നിന്ന് 6 മണി മുതൽ നമ്മൾ എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ, ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്താം. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഫലം കാണുന്നത് വിരളമായിരിക്കുമെന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അനുഭവം. അപ്പോൾ അത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം സാന്ദർഭികമായിട്ട്. പക്ഷേ ഇന്നത്തെ പ്രധാന വിഷയം മെറ്റ പോലൊരു ആഗോള ഭീമനെ മൂക്കുകൊണ്ട് ഇക്ഷ ഇണ്ണ റ വരപ്പിച്ചു ഭാരത സർക്കാർ എന്നുള്ളതാണ്. അത് നരേന്ദ്രമോദി എന്നുള്ളൊരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയല്ല, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരുടെ ഇച്ഛാശക്തിയല്ല, MP-മാരുടെ ഇച്ഛാശക്തിയല്ല. ഒരു ചെറിയ തിരുത്തോടുകൂടി വീണ്ടും പറയുകയാണ്, അവരുടെയൊക്കെ ഇച്ഛാശക്തികൾ മാത്രമല്ല, ഭാരതീയരുടെ ഇച്ഛാശക്തിയാണ്. കാരണം 140 കോടി ജനങ്ങളുള്ള എൻ്റെ രാഷ്ട്രത്തിൽ വന്നിട്ട് നീ എൻ്റെ രാഷ്ട്രത്തെ നിയമത്തെ തന്നെ പല്ലിളിച്ച് കാണിക്കുകയാണെങ്കിൽ നിനക്കുള്ള പണി ഞങ്ങൾ ഇപ്പോൾ തന്നെ തരും എന്നുള്ള ഒരു പ്രഖ്യാപനമുണ്ടല്ലോ. ആ പ്രഖ്യാപനത്തിൻ്റെ ബലമെന്ന് പറയുന്നത്, അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. ആ ശക്തിയെ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് സക്കർബർഗിനെ പോലുള്ളവർ. കാരണം അമേരിക്കൻ സെനറ്റിൻ്റെയൊക്കെ മുമ്പിൽ ചെന്ന് പരമപുച്ഛത്തോടുകൂടി ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് സക്കർബർഗ്. നീയൊക്കെ എന്നെ എന്ത് ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ അവർ പല രൂക്ഷമായ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിനെല്ലാം പറഞ്ഞ് അസ്വസ്ഥത പ്രകടിപ്പിച്ചും ഒന്നും ചെയ്യുന്നില്ല, നീ എന്നെ എന്ത് ചെയ്യും, കൂടിപ്പോയാൽ നീ പിഴ ഈടാക്കുമായിരിക്കും, അത് ഞാൻ നിസ്സാരമായി വലിച്ചു മുഖത്തെറിഞ്ഞു തരും എന്നുള്ള രീതിയിൽ പെരുമാറിയിട്ടുള്ള സക്കർബർഗാണ് ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത് നേരിട്ട് തന്നെ. അത് ഭാരതീയരുടെ വിജയമാണ്, ഭാരതീയരുടെ ഇച്ഛാശക്തിയാണ്, ഭാരതത്തിൻ്റെ ശക്തിയാണ്. നരേന്ദ്രമോദിക്ക് ആ ശക്തി നൽകിയതും ഭാരതീയർ തന്നെയാണ്. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് ഇത് എത്തുവാനായി ഷെയർ ചെയ്യുക വീഡിയോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.